ഇപ്രാവശ്യം നാട്ടിലെ വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലും പോയിട്ട് അടിച്ചു പൊളിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ഇവിടെ വരുന്നുള്ളൊരു വഴിയാണ് കേട്ടോ. ഈ വഴി എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ റോഡിൽ നിന്ന് ഒരു സബ് റോഡിൽ നിന്ന് ഒരു ഇടവഴി ഒക്കെ കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു ആറിലോട്ട് എത്തുന്നുണ്ടാവുക. ഏകദേശം ഒരു 50 മീറ്ററോളം നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഈ ഒരു ആറിലോട്ട് എത്തുന്നുണ്ടാവുക കേട്ടോ. ആക്ച്വലി ഇതൊരു പിക്നിക് സ്പോട്ട് ഒന്നും അല്ല. ഇത് നമ്മുടെ പറണ്ടോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറണ്ടോട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടുള്ള ഒരു ആറാണ് കേട്ടോ. പിന്നെ എന്തോ ഒരു കരമന ആറെന്നാണ് നമ്മൾ ലൊക്കേഷൻ നോക്കുമ്പോൾ കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഒന്ന് ഇറങ്ങി കുട്ടികളൊക്കെ ആയിട്ട് കുളിക്കാനും കളിക്കാനൊക്കെ പോയതാണ്. ഞാൻ ഈ ആറിലോട്ട് ഇറങ്ങിയിട്ട് ഈ സെന്ററിൽ കാണുന്ന ഈ സ്ഥലമല്ലേ, കുറച്ച് വെള്ളത്തിൽ നിന്ന് പൊന്തിയിട്ടില്ല, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അപ്പുറത്ത് കാണുന്ന ബ്രദറാണ്. ഞാൻ ആരും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രകൃതി ഭംഗി മൊത്തത്തിൽ ഒപ്പി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ആ സൈഡിൽ കുറെ പെബിൾസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കളിക്കണം എന്നുള്ളത് ആജീവന എന്റെ ആഗ്രഹമാണ് എനിക്ക്. നോക്കി നമുക്ക് കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ അധികം മീനും നമ്മൾ അടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നിൽക്കുന്നിടത്തിന് ഒരു വലയിട്ട് പിടിച്ചപ്പോൾ ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മീനൊക്കെ ഇവർ പിടിക്കുന്ന കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പുറത്തുള്ള ആൾക്കാർ വരുന്നത് വളരെ കുറവാണ് കേട്ടോ. ഈ പരിസരവാസികൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറ്. ഇതൊക്കെ അവർ പിടിച്ച മീനാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആറിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിരുന്നിട്ട് മഴയൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് പോയി. കാരണം അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടെ പൊങ്ങുമായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പതിയെ പുറപ്പെട്ടു. അപ്പത്തേനും ഇങ്ങനെ വരണ വഴിക്ക് ഒരു കുരങ്ങൻ ഇങ്ങനെ അവിടെ നിന്ന് ചക്കയൊക്കെ പൊളിച്ച് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മയിലിനൊക്കെ കണ്ടു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ വഴിയിലുള്ള കാഴ്ചകളൊക്കെ. അങ്ങനെ വലിയ സങ്കടത്തോടെ ആണെങ്കിലും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അപ്പൊ അത്രയുള്ള ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം.